ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കോൺഗ്രസ് ലോക്സഭാ എംപിമാരുടെ നിർണായക യോഗത്തിൽ നിന്ന് വീണ്ടും വിട്ടുനിന്ന മുതിർന്ന നേതാവ് ശശി തരൂർ എംപി. സഭയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാടുകൾ, വരാനിരിക്കുന്ന സമ്മേളന തന്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചത്. എന്നാൽ തരൂർ ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് പാർട്ടിയിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് തനിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ശശി തരൂർ മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായുള്ള അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പല മുതിർന്ന നേതാക്കളും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തരൂരിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വിമത ഇമേജ് വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ശശി തരൂർ നൽകിയ വിശദീകരണം താൻ ഡൽഹിയിൽ ഇല്ലായിരുന്നു എന്നതാണ്. പ്രഫ ഖൈതാൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി തരൂർ തലേ ദിവസം കൊൽക്കത്തയിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് കൃത്യസമയത്ത് ഡൽഹിയിൽ തിരിച്ചെത്താൻ സാധിക്കാത്തതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നാണ് തരൂരിന്റെ വിശദീകരണം. എന്നാൽ നിർണായകമായ പാർട്ടി യോഗങ്ങൾക്കായി യാത്രകൾ ക്രമീകരിക്കുന്നതിൽ തരൂർ മനഃപൂർവ്വം ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന വിമർശനം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇത്തരം അസാന്നിധ്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ആദ്യമായല്ല ശശി തരൂർ കോൺഗ്രസിന്റെ പ്രധാന യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നവംബർ 30-ന് നടന്ന കോൺഗ്രസ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മീറ്റിംഗിലും തരൂർ പങ്കെടുത്തിരുന്നില്ല. അന്ന് താൻ വിമാനത്തിലായിരുന്നുവെന്നും കേരളത്തിലേക്ക് വരികയായിരുന്നു, അതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നുമാണ് തരൂർ അന്ന് നൽകിയ വിശദീകരണം. തുടർച്ചയായി രണ്ടാമത്തെ പ്രധാന പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് യാദൃച്ഛികമല്ലെന്നും ഇത് പാർട്ടി നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയുടെ സൂചനയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചില സമീപനങ്ങളോടുള്ള തരൂരിന്റെ വിയോജിപ്പുകളാണ് ഈ അസാന്നിധ്യങ്ങളിലൂടെ പ്രകടമാകുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു. നേരത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടന്നപ്പോഴും ശശി തരൂർ വിട്ടുനിന്നിരുന്നു. അന്ന് അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. യോഗത്തിനെത്താതിരുന്ന തരൂർ അന്നേ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തിരുന്നു. മോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ഈ നടപടി പാർട്ടിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പാർട്ടിയുടെ പൊതു നിലപാടുകൾക്ക് വിരുദ്ധമായി പലപ്പോഴും തരൂർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഹൈക്കമാൻഡിന് തലവേദന സൃഷ്ടിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് സാധാരണ സംഭവമായി കോൺഗ്രസ് നേതൃത്വം കാണില്ല. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ചുമതലയേറ്റ ശേഷം വിളിച്ചു ചേർത്ത പ്രധാനപ്പെട്ട യോഗമാണിത്. ഈ സാഹചര്യത്തിൽ പോലും തരൂർ വിട്ടുനിന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തന്ത്രങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകുന്നില്ലെന്ന പ്രതീതി പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ സമ്മേളനം നിർണായകമാണ്. ഈ സമയത്ത് എംപിമാരുടെ കൂട്ടായ പ്രവർത്തനവും ഏകോപനവും കോൺഗ്രസിന് അത്യാവശ്യമാണ്. തരൂരിന്റെ ഈ വിട്ടുനിൽക്കൽ പാർട്ടിയിൽ കൂടുതൽ അച്ചടക്ക നടപടികൾക്ക് വഴിയൊരുക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട്. തരൂരിനെതിരെ മുൻപും നടപടി ആവശ്യപ്പെട്ട ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് ഇതുവരെ ശക്തമായ നടപടികൾ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സംഭവവികാസം കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് നിർണായകമാണ്. തരൂരിന്റെ വിട്ടുനിൽക്കലിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ തുടർച്ചയായി അവഗണിക്കപ്പെടാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണെന്നും പാർട്ടി നേതൃത്വം പരിശോധിക്കുമെന്നാണ് സൂചന. തുടർച്ചയായുള്ള ഇത്തരം അസാന്നിധ്യങ്ങൾ പാർട്ടിയിലെ ഐക്യത്തിന് കോട്ടം വരുത്തുമെന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്.